Hello friends, it's me Rizwan. അപ്പം ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ആംപ്ലിഫയറിനെ പരിചയപ്പെടുത്താനാണ്. ഗൈസ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള കണ്ടന്റ്സ് ഒക്കെ നിർത്തിയതാണ്. പക്ഷേ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു ആംപ്ലിഫയർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ അവർ ചോദിച്ചു എങ്ങനെ ചെയ്തതാണ്, എത്ര വാട്ട്സ് ഔട്ട്പുട്ട് ഒക്കെയാണ് ഈ ഒരു ആംപ്ലിഫയർ തരുന്നത്. ഗൈസ് ഈ ഒരു ആംപ്ലിഫയർ ബോഡി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. എങ്കിലും ഈ ഒരു ഫുൾ സെറ്റപ്പ് എങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ദേ ഈ കാണുന്നതാണ് ആ ഒരു ആംപ്ലിഫയർ ഗൈസ്. ഇത് ഫുള്ളായിട്ട് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. ഓക്കെ, ബോഡി ഉൾപ്പെടെ ഞാൻ ചെയ്തതാണ്. ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കബോർഡൊക്കെ അടിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ബോർഡ് ഉണ്ടല്ലോ, ഒരു അലൂമിനിയത്തിൻ്റെ ഷീറ്റ്, അത് വെച്ചാണ് ഇതിൻ്റെ ബോഡി ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയർ ബോഡി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയതാണ് പഴയ വീഡിയോയിലൂടെ. ഗൈസ് അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ പോയി കണ്ടാൽ മതി. അപ്പം ഇതൊരു 100 watts ഔട്ട്പുട്ട് തരുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ഫുൾ സെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് 27.027 വർക്ക് ചെയ്യുന്നത്, ഡ്യുവൽ സപ്ലൈയിലാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിലൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് 27.027 5 ആംപിയറിൻ്റെ. ഓക്കെ, അപ്പം ആ ഒരു ട്രാൻസ്ഫോമറിലാണ് ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഗൈസ് ഇതിന് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല, ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ ഗൈസ്, ഞാനിതൊരു 2.1 ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഹമ്മിങ് സൗണ്ട് കൂടുതലായത് കാരണം ഞാനിപ്പോൾ ഇതൊരു സബിന് മാത്രമായിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ചാനൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ. ഗൈസ് ഇത്രയൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ RC സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വിച്ച്, പിന്നെ ഫ്യൂസ് വെക്കാനുള്ള ഹോള് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്യൂസിനും പിന്നെ ഒന്ന് AC വയർ കടത്തി വിടാൻ കൂടിയാണ് ഈ ഒരു ഹോള് രണ്ടെണ്ണം ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു ഫാനിന് വേണ്ടിയുള്ള പോർട്ടും വെച്ചിട്ടുണ്ട്, പിന്നെ സ്പീക്കർ ഔട്ട്പുട്ടിൻ്റെയും വെച്ചിട്ടുണ്ട്. അപ്പം ഈ 2 വയറാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ഔട്ട് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഒരു 100K പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴയ ഹോം തിയേറ്ററിൻ്റെ നോബുമാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആംപ്ലിഫയർ ആണ്. അപ്പം വലിയ കോസ്റ്റ്ലി ഒന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് തന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഗൈസ് ഇത്. അപ്പം നമുക്ക് അടുത്തത് ഇതിൻ്റെ വർക്കിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ വർക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ആംപ്ലിഫയർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ സബ്ബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഡെയിൻറ്റിയുടെ 8 ഇഞ്ച് സബ്ബൂഫറിലാണ് നമ്മളിതിൻ്റെ വർക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വർക്ക് കാണാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് നിങ്ങൾ താഴെ കമൻറ്റിൽ കൊടുക്കുക. ഞാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. അതുവരേക്കും ബൈ.